ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും അടുത്തു വരാൻ കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. ഇനി അടുത്ത നിമിഷങ്ങൾ കർത്താവിന്റെ ദാസി, ആമേൻ, ഹല്ലേലൂയ, പ്രിയ പുഷ്പമാൻഡി, ആമേൻ, സ്തോത്രം, ട്രിവാൻഡ്രത്ത് നിന്നും, ആമേൻ, കർത്താവ് ആഗ്രഹിക്കുന്നതും പ്രകാരം ഉള്ളൊരു ആത്മീക ചിന്തകളെ ഇന്ന് ഈ പകൽ സമയം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ കർത്താവിന്റെ ദാസി നമുക്ക് ഒരുമിച്ച് ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും ഹർമോന്റെ പ്ലാറ്റ്ഫോമിലേക്കും നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. വെൽക്കം പുഷ്പ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പൽക്കാലം ഈ സൂമിൽ ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും ഉണ്ടാവുന്ന അങ്ങനെ ഒരു മിനിറ്റ് പോലും ഞാൻ ചിന്തിച്ചില്ല. കാരണം അതിനുവേണ്ട യാതൊരു യോഗ്യത ഒന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ അവസരം ഒരുക്കിയ ദൈവത്തിനും അവസരം തന്ന ദൈവദാസനും കുടുംബത്തിനും അതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇത് പക്ഷെ ഞാനിത് പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു എതിരും ഇല്ലാതെ സമ്മതിച്ചത് കാരണം എന്ന് വെച്ചാൽ ചർച്ചിലും ലേഡീസ് മീറ്റിംഗ് അതിലും ഞാൻ എങ്ങനെ ചെറിയ തോതിലൊക്കെ വചനം സംസാരിക്കും. പിന്നെ അതുപോലെ അത് ലേഡീസ് മീറ്റിംഗ് നടത്തുന്ന പതിവുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ലേഡീസ് മീറ്റിങ്ങിലും വചനം പറയാൻ അവസരം തരുമ്പോഴും അതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്നൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചു പോയി. ഞാൻ അയ്യോ ഈ സൂമിൽ എങ്ങനെ പറയും, വിലപ്പെട്ട അഭിഷക്തന്മാരുടെ മുമ്പ് ഞാൻ ഒന്നുമില്ലാത്ത ആശു എങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. ഇനി മാറ്റാൻ പാസ്റ്റർ അടുത്ത് വിളിച്ചു പറഞ്ഞ് അതൊരു ശരിയാവുന്ന നടപടി അല്ലല്ലോ, എങ്ങനെ പറയുമെന്ന് വിചാരിച്ചു. കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് കർത്താവിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചു. കർത്താവെ നീ എന്നെ സഹായിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ സഹായിച്ച് ഒരു വചനം തന്നിട്ടുണ്ട്. ആ വചനം ഇപ്പോൾ പറയാനായിട്ട് തുടങ്ങണം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് നിന്ന് ഒരു വചനം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വചനം ഞാൻ തന്നെ വായിക്കാം. യെരൂശലേമ്യരായ സീയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരവരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഈ വചനമാണ് ദൈവം എനിക്ക് തന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, യെരൂശലേമ്യരായ സീയോൻ നിവാസികളെ, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇതുവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുവരെയും ഭയങ്കര കരച്ചിലാണ്. അനേക വിഷയങ്ങൾ നമ്മൾ കരഞ്ഞ് കർത്താവിൽ നിന്ന് അനേക വിഷയങ്ങൾക്ക് മറുപടി പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ. പക്ഷെ നമുക്ക് ദിനംതോറും അനേകം വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുടെ എങ്ങനെയാണ് പരിഹാരം കിട്ടുമെന്ന് നമുക്ക് ഒരു പിടിയുമില്ലാതെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മറുപടി കിട്ടിയത് മാത്രമല്ലല്ലോ, നമുക്ക് പുതിയ അനേകം വിഷയങ്ങൾ നമ്മുടെ ജീവിത മേഖലയിലുണ്ട്. അപ്പൊ എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ഞരങ്ങിക്കൊണ്ട് നിലവിളിക്കുന്ന ഒരു സംഘമാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാനും നമ്മളെല്ലാവരും. പക്ഷെ ഇതിന്റെ മധ്യത്തിലും മറുപടി തരാൻ കർത്താവ് ശക്തനാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന്റെ ഭണ്ഡാരത്തിലൊന്നിനും കുറവില്ല. നമ്മുടെ നിലവിളിയുടെ എത്രമാത്രം ആ നിലവിളിയുടെ ആഴം ദൈവം നോക്കുകയാണ്. നമ്മുടെ അതിന്റെ നിലവിളിയുടെ ആ ദൈർഘ്യം നോക്കി നമുക്ക് മറുപടി തരും. കർത്താവ് നമ്മളെ കരച്ചിൽ കണ്ടിട്ട് മിണ്ടാതെ അവളങ്ങനെ കരയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ദൈവത്തിന്റെ ടൈം വരെ നമ്മൾ നിലവിളിക്കണം. കർത്താവിനോട് മുറുറുക്കാനോ അങ്ങനെ ഒന്നും കർത്താവിനോട് ചോദ്യം ചെയ്യാനൊന്നും നമുക്കൊരു അവകാശമില്ല. പക്ഷെ ആ നിരന്തരമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ഭക്തന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഈ 19-ാം വാക്യത്തിൽ പറയുന്ന, യെരൂശലേമ്യരായ സീയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇത്രയും നാൾ നിങ്ങൾ കരഞ്ഞു വിലപിച്ച് എൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. പക്ഷെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കിൽ നിശ്ചയമായിട്ടും അവന് കരുണ തോന്നും. എത്ര അഘോര വിഷയങ്ങളായാലും കർത്താവ് മറുപടി തരാൻ ശക്തനാണ്. ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. അടുത്ത വചനത്തിൽ പറയുന്നത് തന്നെ, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് അങ്ങനെ കാണാതെ മറഞ്ഞു പോകുന്ന ദൈവത്തെ അല്ല. നമ്മുടെ ഏത് വിഷയത്തിനും നമ്മുടെ സമീപത്ത് ഇറങ്ങി വന്ന് നമ്മളെ വിടിയിപ്പാൻ കർത്താവ് ശക്തനാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ആ വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.
കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും ഞരങ്ങി കരയാം. ദൈവം മറുപടി തരും. നമ്മൾ അങ്ങനെ അയ്യോ ഒരിക്കലും മറുപടി കിട്ടൂലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുപോലെ സങ്കീർത്തനം 51:17 വാക്യത്തില് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ വചനങ്ങൾ പറയുന്ന ടൈം കുറവല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വചനം പറയാണ്. അപ്പം ദൈവത്തിന്റെ ഹനനയാഗം, നമ്മൾ ഈ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ, നമ്മൾ ഓരോ വിഷയത്തിനും ഉള്ളൊരുക്കി എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടാതെ ഉള്ളൊരുക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളോരോരോ. നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾക്ക് മറുപടി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ പ്ലാറ്റ്ഫോമിൽ കാണില്ല. ഇനിയിപ്പോ ഇവിടെ കയറിയിരുന്നത് എന്തോ കാര്യം വിചാരിക്കും. പക്ഷെ നമുക്ക് അസാധ്യമായിരിക്കുന്ന പല വിഷയങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് ഒരു മറുപടി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളൊരുക്കി കരഞ്ഞെറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കരച്ചിലൊന്നും ആരും കാണുന്നില്ല, പക്ഷെ സ്വർഗം കാണുന്നുണ്ട്. ആ ദൈവം നമുക്ക് മറുപടി തരും. അപ്പം ഹനനയാഗങ്ങൾ എന്ന് പറയുന്നത് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം. നമ്മൾ ഉള്ളൊരുക്കി എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അസാധ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ആരും കാണുന്നില്ല. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമ്മളും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലാണ് നമുക്ക് ഇതിങ്ങനെ ഉള്ളൊരുക്കി കരയാൻ സാധിക്കുന്നത്. ദൈവം അവിടെ ഇറങ്ങി നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുന്നുണ്ട്. അതുപോലെ നമ്മൾ കരയുമ്പോൾ ദൈവം കണ്ടിട്ട് കാണാതെ പോകുന്നില്ല. ലാസർ, യോഹന്നാന്റെ അധ്യായം 11:32 ലാസർ മരിച്ച് 4 ദിവസം ആയപ്പോഴാണ് കർത്താവ് അവിടെ പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴെന്താണ്, മറിയ കർത്താവിനെ കണ്ടിട്ട് കർത്താവിന്റെ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവളുടെ കരച്ചിൽ കൊണ്ട് കർത്താവ് കരയാണ്. അവിടെ കർത്താവ് കരുണയും മഹാദയവുള്ള ദൈവമുണ്ട് ആയതുകൊണ്ട് മറിയോടൊപ്പം കർത്താവ് യേശു കണ്ണുനീർ വാർത്തു എന്ന വചനത്തിൽ പറയുന്നത്. യോഹന്നാൻ 11:35 ആ കണ്ണീർ വാർക്കണമെങ്കിൽ അത്രമാത്രം കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് അങ്ങ് ഇറങ്ങി വരികയാണ്. മറിയോട് മാത്രമല്ല, നമ്മുടെ ഏത് വിഷയങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ ആര് കരഞ്ഞാലും അവള് കരയട്ടോ അല്ലെങ്കിൽ കരയട്ടെന്ന് പറഞ്ഞ് കർത്താവ് മാറിപ്പോകുന്നില്ല. മറിയുടെ കരച്ചിൽ കണ്ട് കർത്താവ് കണ്ണീർ വാർത്തുവെങ്കിൽ നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവ് കണ്ണുനീർ വാർക്കാനും നമ്മുടെ വിഷയങ്ങൾക്ക് കരുണ കാണിക്കാനും ശക്തനായ മഹാദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മളെ ഓരോ വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കാം നമുക്ക്. പക്ഷെ നമ്മൾ ഒരു വിഷയത്തിൽ ഇപ്പൊ എത്ര കരഞ്ഞിട്ട് മറുപടി കിട്ടുന്നില്ല. ഇതെന്താണ് ഇത് കർത്താവ് തരാത്തതെന്ന് നമ്മൾ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എവിടെയോ ഏതോ മേഖലകളിലൊക്കെ ഒരു യഥാസ്ഥാനം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദിനംതോറും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഞരങ്ങി വീണ്ടും വീണ്ടും ഒരു ശുദ്ധീകരണത്തോടെ കർത്താവിനോട് അടുക്കുമ്പോൾ നമുക്ക് വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരും. ഒരു ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ ഒന്ന് ദർശിപ്പാനോ കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനും പറ്റില്ല. പക്ഷെ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുമ്പം ആ വിഷയങ്ങൾക്ക് സഡനായിട്ട് എത്ര നാളുകളായിട്ട് മറുപടി കിട്ടാത്ത വിഷയങ്ങൾക്കും സ്വർഗം മറുപടി തരാൻ ശക്തനാണ്. സങ്കീർത്തനം 55:17 പറയുന്നത്, ദാവീദ് പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുകയാണ്. അപ്പം ഇടവിടാതെയുള്ള കർത്താവിന്റെ സന്നിധിയിൽ ആ ദൈവഭക്തൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ പ്രാർത്ഥിച്ചെന്നല്ല 5 ദിവസം പ്രാർത്ഥിച്ചെന്ന് മറുപടി കിട്ടില്ലെന്ന് അങ്ങനെ വിട്ടുകളയാൻ പറ്റൂല. നമുക്ക് സാധിക്കാത്ത വിഷയങ്ങൾക്ക് വേണ്ടി കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും, അത് മാത്രമല്ല നമ്മൾ ഇടപെടാതെ എങ്ങോട്ട് പോയാലും വന്നാലും എപ്പോഴും നമ്മുടെ ഈ വിഷയം ദൈവം ഇതിനൊരു മറുപടി തന്നേ മതിയാവും, ആരെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മളും ഇടപെടാതെ നിലവിളിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മറുപടിയായിട്ട് ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ കരുണ അത്രമാത്രം ഉണ്ട്. കർത്താവ് നമ്മളോടൊപ്പോഴും കരുണയും മനസ്സിലും കാണിക്കുന്ന മഹാദൈവം. അപ്പൊ അതുകൊണ്ടാണ് യെരൂശലേമ്യരായ സിയോൻ നിവാസികളോട് പറഞ്ഞത്, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇതുവരെ കരഞ്ഞല്ലോ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ നിശ്ചയമായിട്ടും അതിന് കരുണ തോന്നും. നിശ്ചയമായിട്ടും നമ്മളോട് കരുണ കാണിക്കാൻ ശക്തിയുള്ള ദൈവത്തെയാണെന്ന് പകൽക്കാലം ആരാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്നും കഷ്ടതയും ദാരിദ്ര്യവും വേദനയും കണ്ണുനീരും തീരാ പ്രശ്നങ്ങളുമായിട്ട് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടം മറഞ്ഞിരിക്കയില്ല. കർത്താവ് കാണാതെ കടന്നു പോകുന്ന ദൈവമല്ല, കരയുന്നവരോട് കരയുന്ന ദൈവം. നമ്മുടെ കണ്ണുനീർ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മറുപടി തരാനായിട്ട് നമ്മുടെ അടുക്കൽ കടന്നു വരുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ ജനം പുറപ്പാടിന്റെ 14-10 വാക്യത്തില് ഇസ്രായേൽ ജനം ആ ചെങ്കടലിന്റെ മുൻപിൽ പോയപ്പോൾ അവരവിടെ ഈ പുറകിൽ വരുന്ന ഫറവോനെ സൈന്യത്തെയും കണ്ടിട്ട് ജനം പേടിച്ച് യഹോവയോട് നിലവിളിക്കുകയാണ്.
യഹോവയോട് നിലവിളിക്കുന്ന ഒരു പാർട്ടി നിലവിളിക്കുകയും ചെയ്യുന്നു, മോശയോട് കുറച്ചുപേര് പിറുപിറുക്കുകയും മോശയെ വഴക്കിടുകയും ചെയ്യുന്നു. പക്ഷെ ഇത് കേട്ടിട്ട് മോശ എന്ത് യഹോവയോട് നിലവിളിക്കുകയാണ്. അപ്പൊ മോശയുടെ നിലവിളിയും ദൈവം കേൾക്കുകയാണ്, ജനത്തിന്റെ നിലവിളിയും കേട്ട്. അപ്പൊ മോശയോട് പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന വടി എന്താണ്, നീ മുമ്പോട്ട് ആ കടലിലേക്ക് നീട്ടാൻ പറയുന്നു. അങ്ങനെ ദൈവം ഈ ചെങ്കടലിന്റെ മധ്യത്തിൽ ജനത്തിന് വേണ്ടി ചെങ്കൽപാത ഒരുക്കി അക്കരെ എത്തിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി വിളിച്ചാലും, ഒരു കുടുംബം നിലവിളിച്ചാലും, ഒരു സമൂഹം നിലവിളിച്ചാലും വേഗം ഇറങ്ങി വന്ന് വിടിയിപ്പാൻ മഹാശക്തനായ ദൈവത്തെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. ദൈവത്തിന് ആരെന്നോ ഏത് വ്യക്തിയൊന്നും ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം പകരുന്നവരെ ദൈവം നിശ്ചയമായിട്ട് വിടിവിക്കും. ദൈവത്തിന്റെ കരുണ അത്രമാത്രം വലുതാണ്. അപ്പൊ നമ്മുടെ ഓരോ വിഷയങ്ങളും, അസാധ്യമായ ഒരു വിഷയങ്ങളും ഇതുവരെ സാധിച്ചില്ല, ഇനി മിണ്ടാതിരിക്കാം, ഇനി വിളിച്ചിട്ട് എന്തോ കാര്യം എന്നൊന്നും ചിന്തിക്കണ്ട. ഇടപെടാതെ നിലവിളിക്കാം. കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഏതു നേരത്തും ദാവീദിനെ പോലെ നിലവിളിക്കാം. ദൈവഭക്തന്മാരങ്ങനെ, ദാവീദ്, യോസേഫ്, ദാനിയേല്, ഇവരൊക്കെ ഇടപെടാതെ നിലവിളിച്ച്. പല ഭക്തന്മാരും അങ്ങനെയാണ്. ഇവര് മാത്രമല്ല, നമുക്ക് ബൈബിളിൽ ഉടനീളം നോക്കാമെങ്കിൽ അനേകം ഭക്തന്മാരുടെ കാര്യങ്ങൾ കാണാം. കാരണം ഏത് വിഷയത്തിനാണ് നമുക്ക് അസാധ്യമായിരിക്കുന്ന അതിന്റെ മധ്യത്തിൽ എല്ലാവരും നിലവിളിച്ചു. അവര് മാത്രമല്ല, ഇന്ന് നമ്മൾ ഈ സുഖലായിരിക്കും നമ്മൾ മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും ഇതാണ്. എത്രമാത്രം നിലവിളിക്കൂ, ഇടപെടാതെ നിലവിളിക്കുന്നവരുടെ വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി തന്ന് മാനിക്കുന്നവനാണ്. യെശയ്യാവ് 30 നമ്മൾ പറഞ്ഞല്ലോ, കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. കർത്താവ് മറിഞ്ഞിരിക്കാത്ത മഹാദൈവമാണ്. അതുകൊണ്ട് നമ്മൾ നിലവിളി ഒന്നും കുറയ്ക്കണ്ട. യെശയ്യാവ് 25:8 പറയുന്നത്, കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടങ്ങി. കർത്താവ് വരാറായി. നമ്മുടെ എല്ലാ ഭാരങ്ങളും അവന്റെ ചുമലിൽ വെച്ചിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങാം. ഇന്നലെ ദൈവദാസൻ പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ്. പക്ഷെ ഈ പ്രസംഗമൊക്കെ ഞാനൊന്ന് തയ്യാറാക്കി വെച്ചപ്പോൾ അതിനകത്ത് ദൈവരാജ്യമൊന്നും ഇല്ല. എങ്കിലും നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് എപ്പോഴും ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടത്. കർത്താവ് വരാറായി. കർത്താവ് വന്ന് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ കണ്ണുനീർ കർത്താവ് തുടയ്ക്കണമെങ്കിൽ നമ്മൾ അത്ര വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ ആ നിത്യരാജ്യം പ്രാപിക്കുവോളം കർത്താവിന് വേണ്ടി നമ്മൾ വിശുദ്ധിയിൽ തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് വന്ന് കണ്ണുനീർ തുടയ്ക്കുകയുള്ളൂ. അപ്പൊ കർത്താവ് വരാറായി. അതിനുവേണ്ടി നാം ഒരുങ്ങാം. എല്ലാ ജനത്തിന്റെയും നിന്ന ദൈവം സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും എന്നുള്ളതാണ്. അത് യഹോവയുടെ വായാണ് അരുളി ചെയ്യുന്നത്. അപ്പൊ യഹോവയുടെ വായ അരുളി ചെയ്യുന്നെങ്കിൽ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും. കരയുന്നവരുടെ കണ്ണുനീർ തുടച്ച് നമുക്ക് ആശ്വാസവും സമാധാനവും ആ നിത്യതയിൽ തരും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വർഷത്തിന്റെ അവസാനം ദൈവം ഇങ്ങനെ ഒരു വലിയൊരു വേദി ഒരുക്കിയ ദൈവത്തിന് കോടി നന്ദി പറയാണ്. നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കും ദൈവം ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് മറുപടി തരുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ ആ കരുണ നമ്മുടെ ജീവിതത്തിന് ധാരാളമായിട്ടുണ്ടാകാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ, നമ്മുടെ കുറവുകൾ ഓരോന്നോരോന്നായിട്ട് ദിനംതോറും നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ദിനംതോറും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ നമ്മുടെ കരച്ചിൽ ഏത് വിഷയങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമല്ല, കർത്താവ് ആഗ്രഹിക്കും നമ്മളൊരു യഥാസ്ഥാനം വേണം. വെറുതെ നമുക്കൊരു മറുപടി തന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ വേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ യഥാസ്ഥാനം കൂടെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി തരും. ഈ ആണ്ട് തീരുന്നതിന് നമ്മുടെ എല്ലാവരുടെയും വിഷയങ്ങൾക്ക് സ്വർഗം മറുപടി ഒന്ന് മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കിട്ടും. ദൈവം എല്ലാവർക്കും മറുപടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ വചനങ്ങളിൽ ഈ അവസരം ഒരുക്കി തന്ന ദൈവദാസനും കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനേകം തെറ്റുകളുണ്ട്, എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇരുന്നുള്ളൂ. സ്തോത്രം. താങ്ക് യു ആൻറ്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകളെ കൈമാറ്റം ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല പകൽ സമയത്തിൽ കർത്താവേ, ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വചനം സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേക ഇടങ്ങളിൽ അനേകരുടെ മുൻപിൽ
ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സുവിശേഷത്തെ പറ്റി പറയുവാൻ തക്കവണ്ണം കർത്താവ് തന്റെ ദാസിയോട് ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. അവനെ കേട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു അനുഗ്രഹമായതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ധാരാളം